ഫ്രണ്ട്സ്, ഞാന് ശ്രീഹരിക്ക് ഓണത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവന് പാഴ്സലായിട്ട് അയക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുവാണ്. സാധാരണ അവന് കഴിഞ്ഞ ഓണത്തിനെല്ലാം അവൻ തലേ ദിവസം പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ദിവസം 2 ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ, ഒരു ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. എന്നാൽ കൂടി അവൻ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നിട്ട് പോവുമായിരുന്നു. പക്ഷെ ഇത്തവണ ഇങ്ങോട്ട് വരാൻ വേണ്ടി യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ടിട്ട് അപ്പൊ അവനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നാളെ രാവിലെ ഇവിടുന്ന് അയച്ചു വിടുവാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം കായ് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കായുടെ തോലെല്ലാം കളഞ്ഞു. എന്നിട്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് വെച്ച് അതിനുശേഷം ഒരു ചകിരി എടുത്തിട്ട് ഞാനത് കായ ഫുള്ള് ഇങ്ങനെ തേച്ച് അതിൻ്റെ റഫായിട്ടുള്ള ഇതെല്ലാം കളയുന്നുണ്ട്. അപ്പോഴേക്കും ശങ്കരൻ അവൻ്റെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് അവൻ കീഴേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ കായ് ചിപ്സിൻ്റെ പണി അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഇതിലോട്ട് പോയിട്ടാണ്. കേക്ക് ഓവനിൽ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റേ ഉള്ളൂ കേക്കിൻ്റെ ജോലി. അത് ഓവനിൽ വെച്ചിട്ട് അടുത്ത ജോലിയിലോട്ട് ഞാൻ തിരിഞ്ഞു. അടുത്ത് ഞാൻ ഡയമണ്ട് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിലായിരുന്നു. അതിനുവേണ്ടി മൈദയും മുട്ടയും ഒരു സ്പൂൺ ഓയിലും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുവാണേ. പിന്നെ അതിങ്ങനെ ചപ്പാത്തിയുടെ പോലെ ഒരു 1 അവർ അത് വെക്കണം കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ചപ്പാത്തിയുടെ പോലെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരൻ അപ്പോഴേക്കും എല്ലാം വറുത്ത് കോരി വെച്ചു. പിന്നെ ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനി റെഡിയാക്കിയിട്ട് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഡയമണ്ട് അതിലേക്ക് ഇട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്തത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക. അവന് മധുരമായിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഞ്ചസാര പാനിയിൽ വിളയിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 1 അവർ കൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി. പിന്നെ തണുത്തതിന് ശേഷം രാത്രി തന്നെ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പം നാളെ രാവിലെ കൊറിയറിൽ ഇത് അയക്കണം. പാവം അവന് വരാൻ പറ്റിയില്ലെങ്കിലും അവനും ഫ്രണ്ട്സിനും ഇത് കഴിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.